ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഹൃദയഭേദകമായ ഒരു തോൽവിയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. സെമി ഫൈനലിൻ്റെ തൊട്ടരികിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. പക്ഷെ അവിടെ നിന്നും എല്ലാ സ്വപ്നങ്ങളും തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഗോവയിലെ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്വയം വരുത്തിവെച്ച കുഴിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണു എന്ന് പറയേണ്ടി വരും. ബ്ലാസ്റ്റേഴ്സിൻ്റെ മണ്ടത്തരങ്ങളും പിഴവുകളും തന്നെയാണ് ഇതിന് കാരണമായിട്ടുള്ളത്. ഏതായാലും ഈ മത്സരശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ഡേവിഡ് കാറ്റില ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇതൊരു പുതിയ തുടക്കമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ മത്സരത്തിൽ എല്ലാം പിഴച്ചു, പക്ഷേ ഇതൊരു പുതിയ തുടക്കമാണ്, ഒന്ന് ടീമിനെ റിനോവേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ പുതിയ ഒരു ടീമിനെ ബിൽഡ് ചെയ്തു വരികയാണ്. ഈ ക്ലബിനകത്തെ അന്തരീക്ഷം ഞങ്ങൾക്ക് ഒന്ന് പുതുക്കി പണിയേണ്ടതുണ്ട്. ഇതൊരു പുതിയ തുടക്കമാണ്. ഇന്ന് ഞങ്ങൾക്കെല്ലാം പിഴച്ചു, എല്ലാം ശൂന്യമായി. എന്നാൽ ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്, എല്ലാം തുടരേണ്ടതുണ്ട്. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ഡേവിഡ് കാറ്റില ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് സെമിയിലെത്തും എന്ന് തന്നെയായിരുന്നു ഭൂരിഭാഗം വരുന്ന ആരാധകരും അടിയുറച്ച് വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഒരു റെഡ് കാർഡാണ് എല്ലാം താളം തെറ്റിച്ചത്. മാത്രമല്ല, മത്സരത്തിൻ്റെ അവസാനത്തിൽ ഒരു സെൽഫ് ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങുകയും ചെയ്തു. അങ്ങനെ സ്വന്തം വരുത്തിവെച്ച പിഴവുകൾ തന്നെയാണ് ഇതിനെല്ലാം കാരണമായിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.